ശരാശരി 10 മാസം 12 മാസം വൈകിപ്പിച്ചാണ് കേരളത്തിലെ പല ഫണ്ടുകളും കേന്ദ്രത്തിൽ നിന്ന് റിലീസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് കേന്ദ്രം കേരളത്തിന്റെ ആരോഗ്യ വകുപ്പിലേക്ക് NHMന്റെ പേരിൽ കൊടുക്കാനുള്ള 636 കോടി രൂപ കൊടുക്കാത്തത്? 3970 കോടി രൂപ കേരളത്തിന് നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന ദിവസം കേന്ദ്രത്തിന്റെ കുടിശ്ശികയായി ബാക്കി നിൽക്കുന്നു. ഏതൊക്കെ ഹെഡാണെന്ന് കൃത്യമായിട്ട് വായിപ്പിച്ചു തരാം. ഈ 636 കോടി രൂപ കൊടുക്കാത്തതിന്റെ കഥ എന്താണെന്നറിയോ? കണക്ക് കൊടുക്കാത്തതുകൊണ്ടല്ല, ബ്രാൻഡിങ് അതാണ് വിഷയം. ലൈഫ് മിഷന്റെ പേരിൽ ബ്രാൻഡിങ് അതാണ് വിഷയം. ആ പടം വയ്ക്കണം, ആ കക്കൂസിലും വീട്ടിലും പടം ഒട്ടിച്ചാൽ മാത്രമേ പണം തരത്തുള്ളൂ എന്ന് പറയുന്ന ബ്രാൻഡിങ്, അതാണ് ഇവിടുത്തെ കേരളത്തിലെ സാധാരണക്കാരായ രോഗികൾക്ക് മരുന്ന് വാങ്ങാൻ പോലും ശേഷിയില്ലാത്ത അവസ്ഥയിലേക്ക് ആക്കുന്നതിൽ ഒരു ഘടകം. നോക്കൂ, ഇത് മാത്രമല്ല, അർബൻ ലോക്കൽ ബോഡി ഗ്രാന്റ് 513 കോടി രൂപയാണ്. എല്ലാം പാസ്സായിരിക്കും. എന്താ തരാത്തത്? ഹെൽത്ത് ഗ്രാന്റ് 725 കോടി രൂപ തരാത്തത് എന്താ? ഇപ്പൊ 100 കോടി നമ്മൾ ഈ ചർച്ചയ്ക്ക് കയറുന്നതിന് മുമ്പ് റിലീസ് ചെയ്തു. ബാക്കി എന്താ പൈസ തരാത്തത്? വാചാടോപം കൊണ്ട് വാചാടോപമല്ല, ഞാൻ പറയുന്ന കണക്കാണ്. പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന കിട്ടുന്നില്ല, പലതിലും കേന്ദ്രത്തിലെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കൊഴികെ നിങ്ങൾ വിവേചനപരമായിട്ടാണ് സാമ്പത്തിക നീതി എന്നുള്ളതാണ് കേരളത്തിലും കർണാടകയിലും പൊളിറ്റിക്കൽ അലിഗേഷൻ. കേരളത്തിന്റെ അടക്കമുള്ള സാമ്പത്തിക പ്രതിസന്ധിയുടെ കാരണം സാമ്പത്തികമല്ല, അത് രാഷ്ട്രീയമാണ് എന്നുള്ളതാണ്. അതാണ് ഞാൻ ഈ കണക്ക് വായിക്കുന്നത്. പോഷൺ അഭിയാൻ 141 കോടി കണക്ക് കൊടുക്കാത്തോണ്ട. നാഷണൽ ഹെൽത്ത് മിഷൻ 636 കോടി കണക്ക് കൊടുക്കാത്തോണ്ട. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കഴിഞ്ഞ ഡിസംബർ മാസത്തിന് മുമ്പ് എല്ലാ കണക്ക് സെറ്റിൽ ചെയ്തതാ, 220 കോടി. എവിടെ ബാക്കി? ഈ കണക്കുകളൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇപ്പൊ തരാം പിന്നെ തരാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാണെന്നേ ചോദിക്കുന്നു. രണ്ടാമത്തെ കാര്യം, 12,560 കോടി കിഫ്ബിയുടെ വായ്പാ പരിധിയിൽ ഈ അടക്കം. നിങ്ങൾ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ ഇതേപോലെ റിട്രോസ്പെക്റ്റീവായിട്ട് കിഫ്ബിയുടെ പേരിലോ പെൻഷൻ ഫണ്ടിന്റെ പേരിലോ ഏതെങ്കിലും ഓഫ് ബഡ്ജറ്റിന്റെ പേരിലോ ഇന്ത്യയിലുള്ള ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ ഇങ്ങനെ പീനലൈസ് ചെയ്തിട്ടുണ്ടോ? കേരളമല്ലാതെ വേറെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ ഇതേപോലെ മുൻകാല പ്രാബല്യത്തോടുകൂടി നിങ്ങൾ കടമെടുത്തത് കിഫ്ബിയുടെ പേരിൽ, പെൻഷൻ ഫണ്ടിന്റെ പേരിൽ, അതല്ല ഇനി മറ്റേതെങ്കിലും ഓഫ് ബഡ്ജറ്റിന്റെ പേരിൽ നിങ്ങൾ കടമെടുത്തത് റിട്രോസ്പെക്റ്റീവ് എഫക്റ്റിൽ കൂട്ടിയിട്ടുണ്ടോ? ഇതാണ് എന്റെ ചോദ്യം.